അല്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവ് പൊറുക്കാത്ത പ്രവർത്തികളാണല്ലോ ഇത്രയും നാൾ ചെയ്തുകൊണ്ട്. പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശത്രുവാളയത്തിന് പാർട്ടിയെ ഒറ്റിക്കൊടുക്കാൻ നോക്കിയത് നടന്നില്ല. അത് കാര്യം വേറെ. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത് 26 കഴിയട്ടെ. 26 വരെ ഞാൻ പറഞ്ഞ പോലെ ആത്മസംയമനം പാലിക്കും. അത് കഴിഞ്ഞാൽ എന്ത് വേണമെന്നുള്ള കാര്യം ഞാൻ അന്നാലോചിക്കാം. ഇതിപ്പോൾ രാഷ്ട്രീയ പോരാട്ടം. ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം എന്നുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ കയറി കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതോടെ ഞാൻ ഉണ്ടായിരിക്കും. അമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഈ ഒരു വൃത്തികെട്ട കളി എങ്ങനെ ഈ കുടുംബത്തിൻ്റെ അംഗത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ ഇന്ന് ഒരു മാനസികമായിട്ടുള്ള ദുഃഖം എനിക്ക്. നമസ്കാരം. എൻ്റെ അച്ഛനും അമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് കണ്ട് സംഖ്യകൾ കയറി ഇറങ്ങി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. സാധാരണഗതിയിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ഓർമ്മ നാളിൽ അവിടെ പൂജാതി കർമ്മങ്ങളാണ് നടക്കാറുള്ളത്. അമ്മയുടെ ഓർമ്മദിനം ഈ കഴിഞ്ഞ 23-ാം തീയതി ആയിരുന്നു. പക്ഷേ അതിൻ്റെ പൂജാകർമ്മങ്ങളൊക്കെ നിശ്ചയിച്ചിരുന്നത് മറ്റൊരു ദിവസമായിരുന്നു. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായ മൺമറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ്റെ വാക്കുകളാണിത്. തൻ്റെ അച്ഛനും അമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്ന തൃശ്ശൂരിലെ വീട്ടുവളപ്പിൽ തൻ്റെ സഹോദരി കൂടിയായ പത്മജ വേണുഗോപാലും അവരുടെ ചില സുഹൃത്തുക്കളും ഓർമ്മ ദിനത്തിൽ സ്മൃതി കുടീരത്തിലെത്തി പ്രാർത്ഥിച്ചതിനെക്കുറിച്ചെല്ലാമാണ് മുരളീധരൻ വളരെ നിശിതമായ രീതിയിൽ വിമർശിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലത്ത് അച്ഛൻ്റെ ബദ്ധശത്രുക്കൾ എന്ന് പറയുന്ന, അച്ഛൻ രാഷ്ട്രീയ വൈരികളായി കണ്ടിരുന്ന മതാതീത രാഷ്ട്രീയക്കാരെ ഒരു കാരണവശാലും അവിടെ കയറി നിറങ്ങുവാൻ ഞാൻ സമ്മതിക്കില്ല, സംഖ്യകളെ എന്നാണ് മുരളീധരൻ എടുത്തു പറഞ്ഞത്. തൻ്റെ സഹോദരിയാണെങ്കിൽ പോലും മറ്റൊരു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു തരത്തിലും ഉൾക്കൊള്ളാതിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേക്കേറിയവർ അച്ഛൻ്റെയും അമ്മയുടെയും സ്മൃതി കുടീരത്തിൽ കയറി ഇറങ്ങുന്നത് തനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. എന്തായാലും ഈ ഏപ്രിൽ 26-ാം തീയതി വരെ താൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയില്ല, ആത്മസംയമനം പാലിക്കും. അതിനുശേഷം ഞാൻ ഇതിന് കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കും. അല്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ കയറി ഇറങ്ങാതിരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്യും എന്ന് തന്നെയാണ് കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ വേണ്ടിയാണ്. അവിടെ എൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ കുടുംബ വിഷയങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കുന്നില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. തൻ്റെ സഹോദരിയായ പത്മജ വേണുഗോപാൽ അടുത്ത കാലത്ത് മാതൃസംഘടനയായ കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് ചേക്കേറുകയും പിന്നീട് പത്മജ വേണുഗോപാൽ അടുത്ത ദിവസങ്ങളിൽ തൃശ്ശൂരെത്തുകയും ഉണ്ടായി. തൃശ്ശൂരിൽ അച്ഛനും അമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമിയിൽ പത്മജ വേണുഗോപാലിൻ്റെ ചില സുഹൃത്തുക്കളും ചേർന്ന് പ്രാർത്ഥന നടത്തിയതിനെക്കുറിച്ച് അതിനിശിതമായ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു കെ മുരളീധരൻ. എന്തായാലും ഇനി അത്തരത്തിലൊരു പരിപാടി അച്ഛൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്ത് നടക്കില്ല, അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് കെ മുരളീധരൻ പറയുമ്പോൾ പത്മജ വേണുഗോപാലും കെ മുരളീധരനും തമ്മിലുള്ള സഹോദര ബന്ധം എത്ര കണ്ട് അകന്നിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാനും ബന്ധങ്ങളെ ബന്ധങ്ങളായി വിലയിരുത്താനും ഇതിൽ ആർക്കാണ് സാധിക്കാത്തത് എന്നുള്ളതാണ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതൊരു രാഷ്ട്രീയ അഭിപ്രായം സ്വീകരിക്കുവാനും ഏതൊരു രാഷ്ട്രീയ ആദർശത്തിൽ വിശ്വസിക്കുവാനും ആ ആദർശത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുവാനും ഇന്ത്യയിൽ ആർക്കും അധികാരമുണ്ട്. കെ മുരളീധരൻ്റെ താല്പര്യങ്ങളും ആദർശങ്ങളും അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നു. പത്മജ വേണുഗോപാലിൻ്റെ താല്പര്യങ്ങളും ആദർശങ്ങളും അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. എന്നാൽ ഇവർ തമ്മിലുള്ള സഹോദര ബന്ധത്തിന് ഇവരുടെ രാഷ്ട്രീയം ഒരു വിലങ്ങുതടിയാകുന്ന കാഴ്ചയാണ് ഇത്തരം വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ഇനി എന്താണ് വരും നാളുകളിൽ കെ മുരളീധരനും പത്മജ വേണുഗോപാലിനും ഇടയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ദിശാസൂചി തന്നെയാണ് കെ മുരളീധരൻ്റെ വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്നത്. എന്നാൽ ഇത് കെ മുരളീധരൻ്റെ ഒരു രാഷ്ട്രീയ നാടകമായി മാത്രം പലരും കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത. അതായത് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കെ മുരളീധരൻ BJP-കാരിയായ തൻ്റെ സഹോദരിയെ പോലും തള്ളിപ്പറയുമ്പോൾ കൃത്യമായ ലക്ഷ്യജ്ഞാനത്തോടു കൂടിയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, അടികുറച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് താൻ എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി അണികളുടെ അല്ലെങ്കിൽ കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്ന അനുഭാവികളുടെ വോട്ട് ഒരു കാരണവശാലും മറുചേരിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കെ മുരളീധരൻ നടത്തുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇതെന്നാണ് എതിർ രാഷ്ട്രീയ കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തു തന്നെയായാലും വരും നാളുകളിൽ കെ മുരളീധരനും പത്മജ വേണുഗോപാലിനും ഇടയിലുള്ള സഹോദര ബന്ധം എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പത്മജ വേണുഗോപാലിനെതിരെ സംഖ്യകൾ
കയറിയിറങ്ങിയതിനെ കുറിച്ച് അതിനിശിതമായി വിമർശിച്ചത് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം ഉറങ്ങുന്ന ഒരു സ്ഥലത്ത് ഒരു ശരിയല്ലാത്ത പ്രവർത്തനം നടന്നു എന്നാണോ അഭിപ്രായം? തീർച്ചയായിട്ടും. സാധാരണ രീതിയിൽ ഇന്നത്തെ ദിവസം ഒരിക്കലും ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അമ്മ മരിച്ചതിൻ്റെ കർമ്മങ്ങൾ സാധാരണ ചെയ്യുന്ന ദിവസമാണ്. ഓർമ്മ ദിനം കഴിഞ്ഞ 23-ാം തീയതി. പക്ഷെ ഇന്ന് കണ്ടൊരു പ്രവണത വെറും തരം താണ രാഷ്ട്രീയ വേദിയാക്കി തന്നെ മാറ്റി. അത് ഞങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഒന്ന്, അമ്മയുടെ ചടങ്ങിൻ്റെ ദിവസം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അമ്മ വീട്ടിൽ വരുന്ന എല്ലാവരെയും സ്വീകരിച്ച ഒരു മാതൃകയായിരുന്നു. എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ അച്ഛൻ്റെ ഒരു നിഴൽ പറ്റി മാത്രം നടന്ന് അച്ഛൻ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ട കാലത്ത് ഞങ്ങളെയൊക്കെ നോക്കി വളർത്തിയതാണ്. ആ കാലത്തൊക്കെ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അന്ന് INTUCയുടെ പ്രവർത്തകരാണ് സത്യം പറഞ്ഞത്. അന്ന് XMLA പെൻഷനൊന്നുമില്ല. ഞാനൊക്കെ ജനിക്കുമ്പോൾ അത് MLA അല്ല. പിന്നീട് 10 വർഷം കഴിഞ്ഞിട്ടാണ് അത് MLA ആയത്. പക്ഷെ അതിന് മുമ്പ് MLA ആയിരുന്നു തിരുവച്ചിയിൽ. കൊച്ചി അസംബ്ലിയിലും തിരുവച്ചി അസംബ്ലിയിലൊക്കെ അംഗമായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് തൃശ്ശൂരത്തെ അന്നത്തെ INTUC തൊഴിലാളികൾ. അവരുടെ ചുമടെടുത്തും ഒക്കെ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു പങ്കാണ് അന്നത്തെ ഞങ്ങളുടെ വരുമാനം. അങ്ങനെ ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് ഒരു സംഘി പാരമ്പര്യത്തിലേക്ക് ആ കുടുംബത്തിലെ ഒരംഗം പ്രവേശിച്ചു എന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം ഒരു പാർട്ടി ചടങ്ങുകളായിട്ട് അത് നടത്താൻ പാടില്ല. ഇപ്പോൾ DCC എല്ലാ വർഷവും നടത്താറുണ്ട്. കഴിഞ്ഞ മാർച്ചിലും DCC തന്നെയാണ് നടത്തിയത്. പക്ഷെ അപ്പോഴും ഒരു പാർട്ടി ചടങ്ങായിട്ട് അതിനെ നടത്തിയിട്ടില്ല. അന്ന് അതിൻ്റെ അകത്ത് ഒരു യോഗം പോലും നടത്തിയിട്ടില്ല. ഇന്ന് ഇത്രയും ഒരു ചീപ്പായിട്ടുള്ള കളി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഏതായാലും അതിനെ വലിയ ഇനിയിപ്പോൾ ഗൗരവത്തിൽ കാണേണ്ട കാര്യമില്ല. ഇനിയുള്ള അനുസ്മരണ ദിവസങ്ങളിലൊക്കെ ഞാനും ഉണ്ടാവുമല്ലോ. ഇന്ന് ഈ ഇലക്ഷൻ തിരക്കായതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാറ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഇംഗ്ലീഷ് മീറ്റിൽ ഞാൻ പങ്കെടുക്കാൻ കാരണം. ഏതായാലും ഇനിയുള്ള കാര്യങ്ങളിൽ കുറെ കൂടെ വിജിലുണ്ടാവും. അപ്പോഴേക്ക് 26 കഴിയല്ലോ. ഭക്ഷണ പറഞ്ഞത് ചേട്ടന് താഴെ താമസിക്കാം, എനിക്ക് മുകളിൽ താമസിക്കാം. എന്നെ കാണാൻ BJPക്കാർ വരും, ചേട്ടനെ കാണാൻ കോൺഗ്രസ്സുകാർ വന്നോട്ടെ എന്നാണ്. അല്ല, എന്നെ ഇപ്പം ആരും ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത് 26 കഴിയട്ടെ. 26 വരെ ഞാൻ പറഞ്ഞ പോലെ ആത്മസംയമനം പാലിക്കും. അത് കഴിഞ്ഞാൽ എന്ത് വേണമെന്നുള്ള കാര്യം ഞാൻ എന്നാലോചിക്കാം. ഇതിപ്പോൾ രാഷ്ട്രീയ പോരാട്ടം. ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം എന്നുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ കയറി കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊരു പൊളിറ്റിക്കലി കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് ആ വീട്ടില് പിന്നെ അതേ സമാധി മണ്ഡപത്തിന്റെ തൊട്ടടുത്താണ് ഈ പരിപാടി നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരവിടെ ഈ പാർട്ടിയിൽ ചേർന്നതിന് ശേഷം എല്ലാവരും കൂടി അവിടെ പോയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും അത് പ്രാർത്ഥിച്ചാൽ ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി വരും. ഇന്ന് പ്രാർത്ഥിച്ചവർക്ക് അങ്ങനെ നാളെ ബുദ്ധി വന്നു. അത് നല്ലതാണ്. അല്ല, ഈ ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകിച്ച് അവിടെ അത്തരം ഒരു പരിപാടി എന്ന് പറയുന്നത് അത് കരുണാകരന്റെ ആത്മാവ് പൊറുക്കുന്ന തരത്തിലാണ്. അല്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവ് പൊറുക്കാത്ത പ്രവർത്തികളാണല്ലോ ഇത്രയും നാൾ ചെയ്തുകൊണ്ട്. പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശത്രുവാളയത്തിന് പാർട്ടിയെ ഒറ്റിക്കൊടുക്കാൻ നോക്കിയത് നടന്നില്ല. അത് കാര്യം വേറെ. അത് അച്ഛൻ്റെ ആത്മാവിന് സന്തോഷം നൽകുന്ന കാര്യമല്ലല്ലോ. പക്ഷേ ഇത് അച്ഛൻ്റെയും മാത്രമല്ല, അമ്മയുടെയും. അമ്മ ഒരിക്കലും എൻ്റെ പിതാവിൻ്റെ പൊതുജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺട്രവേഴ്സ്യൽ ആവാത്താണ് എൻ്റെ അമ്മ. നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ വായിച്ചിട്ടുണ്ടോ എൻ്റെ അമ്മ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെട്ടു? എന്താണ് എൻ്റെ അച്ഛൻ പറയുന്നത് അതിനെ വേദവാക്യമാക്കി കൊണ്ടുവരണമെന്നാണ് എൻ്റെ അമ്മ. ഒരു കുടുംബജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അമ്മയിലൂടെ. അത്രയല്ല, വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി അറിയിക്കാതെ വീട്ടിലൊരാൾ വന്നു കയറിയാൽ അയാൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അമ്മ ഞങ്ങൾക്ക് തരാം. അങ്ങനെയുള്ളൊരമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഈ ഒരു വൃത്തികെട്ട കളി എങ്ങനെ ഈ കുടുംബത്തിലെ അംഗത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ ഇന്ന് ഒരു മാനസികമായിട്ടുള്ള ദുഃഖം എനിക്ക്. അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇത് അവർക്ക് അവകാശപ്പെട്ടതാണ്.
അച്ഛൻ ഒരു മിനിറ്റ് വിളിക്കട്ടെ. അപ്പൊ അച്ഛൻ പറഞ്ഞു അത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ആ രജിസ്റ്റർ ചെയ്യാതിരുന്നു, പിന്നെ ഇത് ഒപ്പിട്ടില്ല. അതിപ്പോ അതിനെക്കുറിച്ച് ആൾ പശ്ചാത്താപമില്ല എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഉടമാവകാശം പരിമിതിക്കാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്ത് ഉടമസ്ഥാവകാശം കൊടുത്താൽ എനിക്കിപ്പോൾ ആ ഒരു കെട്ടിടം എൻ്റെ പേരിൽ വേണമെന്ന് എനിക്ക് നിർബന്ധം. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലം സംഖ്യകൾക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തൊന്നും കാര്യം വിട്ടുകൊടുക്കില്ല. അക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുണ്ട്. ഞാനിത് ഇങ്ങനെ സ്റ്റാൻഡ് അവിടെ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ സ്വയം ആ വീടിൻ്റെ അവകാശം അവർക്ക് എഴുതി കൊടുക്കും. എനിക്കിപ്പോൾ ദൈവം സഹായിച്ച് ഭാര്യ വീട്ടിൽ അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള സ്വത്ത് ഉണ്ട്. എനിക്ക് തന്നെ നിയമസഭയിലും പാർലമെൻറ്റിലൊക്കെ അംഗമായിരുന്നതിൻ്റെ പെൻഷൻ തുകയുണ്ട്. അതൊക്കെ എൻ്റെ പാർട്ടി ആദ്യം എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് അതിനൊന്നും എനിക്ക് ആരുടെയും സ്വത്ത് ഞാൻ അവതരിപ്പിച്ചില്ല. ആരുടെ സ്വത്തും എനിക്ക് വേണ്ട. ഇന്ന് പിന്നെ പാർട്ടി സ്ഥാനാർത്ഥിത്വം അംഗത്വം ഏറ്റെടുത്തതിന് ശേഷം ഒരു BJP മുദ്രാവാക്യ വിളി വരെ അവിടെ നടന്നിരുന്നു. മുദ്രാവാക്യം എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോയിട്ട് ഇവരെ കൊണ്ടൊക്കെ മുദ്രാവാക്യം വിളിപ്പിക്കാം. അങ്ങനത്തെ ഗതിയോടൊന്നും കേൾക്കരുന്നായിരുന്നില്ല. കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെ നെഞ്ചിലേക്ക് നടക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യത്തിൽ ഞങ്ങളിന്ന് പ്രതിജ്ഞ എടുക്കുക. ഈ ശക്തികളെ തൃശ്ശൂരും ഞങ്ങൾ തുടച്ചു നീക്കും. ഈ വർഗീയ ഫാസിസത്തിന് ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കും. ആരെന്തൊക്കെ അന്തർധാര ഉണ്ടാക്കിയാലും അത് ഞങ്ങളുടെ പ്രതിജ്ഞയാണ്. ഇന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഞാൻ എടുക്കുന്ന പ്രതിജ്ഞയാണ്. ഈ വർഗീയ കക്ഷികളെ, ഈ BJP RSS എന്ന വർഗീയ കക്ഷികളെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കിയിട്ട് ഞാനിവിടെ പോകും. ഒരൊറ്റ ചോദ്യം, 20 പാർട്ടി പ്രവർത്തകർക്ക് BJP മെമ്പർഷിപ്പ് കൊടുത്തത് അത് 20 അത് ഏതോ 4 3 പേരെ വെച്ച് അവളുടെ കൂടെ നടക്കുന്ന ഒരു കുട്ടി ഒരു സാധനം, അത് ഉൾപ്പെടെയാണ്. അതിനെക്കുറിച്ചൊന്നും പറയട്ടെ.